ഹലോ എവരിവൺ, നമ്മളിന്ന് കാണാൻ പോകുന്നത് യോക്കിൽ മാത്രം ഇതുപോലെ ഒരു കട്ടിങ് വന്നിട്ട് ബാക്കിയെല്ലാം സിംഗിൾ പീസിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ബുട്ടിക് സ്റ്റൈലിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. യോക്ക് പാർട്ടിൽ ഇതുപോലെ പ്ലീറ്റ്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ട്യൂട്ടോറിയലാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. ബാക്ക് പാർട്ട് നമ്മൾ എ ലൈൻ മോഡലിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മോഡലിൽ ഫ്രണ്ട് പാർട്ടിലെ ഒരു പ്ലീറ്റ്സ് എല്ലാം നമ്മൾ ഈ ഒരു സിംഗിൾ പീസിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ബാക്ക് പാർട്ട് നമ്മൾ എ ലൈൻ മോഡലിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് പാർട്ടിലെ ഈ സ്വീക്വൻസ് എല്ലാം നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിവിടെ ലൈനിങ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. മെറ്റീരിയലിനെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഓപ്പൺ ചെയ്ത ശേഷം കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെറ്റീരിയലിൻ്റെ കട്ട് ചെയ്ത പാർട്ട് ഇതുപോലെ മുകളിലും താഴെയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് കേട്ടോ വരുന്നത്. ഓപ്പൺ സൈഡ്, അതായത് കരഭാഗം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 പീസാണ് വന്നിട്ടുള്ളത്. ആങ്കിൾ ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇവിടെ ലൈനിങ് ഫാബ്രിക്കിൻ്റെ ലെങ്ത് 51 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. കുർത്തിയുടെ ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ വീതി ഞാൻ 2 ഇഞ്ചിലാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് 50 ഇഞ്ച് ലെങ്ത് കിട്ടുന്ന കുർത്തിയിൽ 51 ഇഞ്ചാണ് ഞാൻ ലൈനിങ് ഫാബ്രിക്കിൽ ഇവിടെ ലെങ്ത് എടുത്തിട്ടുള്ളത്. വീതി കൂടിയിട്ട് താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു അനാർക്കലി അങ്ങനത്തെ ഒരു മോഡലിൽ കുറച്ചുകൂടെ താഴെ വോളിയം തോന്നിക്കും. കാരണം ഒരുപാട് ഒതുങ്ങി കിടക്കില്ല താഴെ. അപ്പോൾ താഴെ 2 ഇഞ്ചിലാണ് ഫോൾഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലെങ്ത്ത് പ്ലസ് 1 ഇഞ്ചും കൂടെ ചേർത്തിട്ടാണ് ഈ ലൈനിങ് ഫാബ്രിക്കിൽ എടുക്കേണ്ടത്. അതല്ല നോർമലായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് ആ സെയിം ലെങ്ത്ത് തന്നെ ഈ ഒരു ലൈനിങ് ഫാബ്രിക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് ആം ഹോള് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പോയിന്റും ജോയിൻ ചെയ്തതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന പോയിന്റിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മാർക്കിംഗ് ആണ് കേട്ടോ വരേണ്ടത്. ഇവിടെ തയ്യൽത്തും കൂടെ ചേർത്തിട്ട് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ 10 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. 2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു കോർണർ പോർഷനിൽ മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ 3 പോയിൻറ്റും ജോയിൻ ചെയ്ത് കാണുന്ന പോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇത് ബാക്ക് പാർട്ടിൻ്റെ ആം ഹോളാണ് കേട്ടോ. ഫ്രണ്ട് പാർട്ടിലെ ആം ഹോൾ മാർക്കിങ്ങിനായിട്ട് ആ ഒരു കോർണർ പോർഷനിൽ മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിഡിൽ പോയിൻ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മിഡിൽ പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം കാണുന്ന പോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇത് ഫ്രണ്ട് ആം ഹോളിൽ വരുന്ന മാർക്കിംഗ് ആണ്. ആ ഒരു മിഡിൽ പോർഷനിൽ നിന്നും മുകളിലേക്ക് ആ ഒരു ഷോൾഡർ പാർട്ടിലേക്ക് വരുന്ന ആ ഒരു മാർക്കിംഗ് നമ്മൾ ഷോൾഡറിലല്ല കേട്ടോ അത് ജോയിൻ ചെയ്യേണ്ടത്, അതിൻ്റെ താഴേക്കാണത് ജോയിൻ ചെയ്ത് വരയ്ക്കേണ്ടത്. കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നെക്കിൻ്റെ മാർക്കിങ്ങുമായിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് നമ്മളൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ റൗണ്ട് ഷേപ്പായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മുകളിൽ നിന്നും ലെങ്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 + 2 ഇഞ്ച് മാർജിൻ, അങ്ങനെയാണ് കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. മുകളിൽ നിന്നും താഴേക്ക് ഇറക്കം 19 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പോയിന്റിലെ വീതി 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റാണ് വരേണ്ടത്. ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 + 2 ഇഞ്ച് മാർജിൻ, അങ്ങനെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു 3 പോയിൻറ്റിനെയും ജോയിൻ ചെയ്തിട്ട് നമുക്ക് ബോഡിയുടെ ഷേപ്പ് വരച്ചു കൊടുക്കാം.
ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിന്റിൽ ഓപ്പൺ സൈഡിൽ മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മെറ്റീരിയലിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ആ മിഡിൽ പോയിൻറ്റുമായിട്ട് ഈ 3 ഇഞ്ച് മാർക്കിങ്ങിനെ ഒന്ന് ജോയിൻ ചെയ്തൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. എ ലൈൻ മോഡലിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും മെറ്റീരിയൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ വരാതിരിക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ 3 ഇഞ്ച് നമ്മളൊരു ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഹിപ്പ് മാർക്ക് ചെയ്ത പോയിൻറ്റും 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതിലൂടെയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കട്ട് ചെയ്ത ശേഷം നമ്മൾ നെക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ സെയിം ടു സെയിം ആയിട്ട് തന്നെ ഒരു പീസ് മെറ്റീരിയലും കൂടെ ഈ ഒരു ലൈനിങ് ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാണുന്ന പോലെ ഒരു പീസ് മാറ്റി വെച്ച ശേഷം നമ്മൾ ആ ഒരു ഫ്രണ്ടിലെ എക്സ്ട്രാ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ കൊടുത്തിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് പാർട്ടിൽ കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇറക്കം 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈറ്റുള്ള ആളിനാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീനക്ക് ആയതുകൊണ്ടും 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു 6-6.5 ഇഞ്ച് മതിയാവും. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം കാണുന്ന പോലൊരു വൈഡ് യു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് പാർട്ടിൽ റൗണ്ട് നെക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ ഒരു ടൈമിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ കട്ട് ചെയ്ത ലൈനിങ് ഫാബ്രിക് വെച്ചിട്ട് നമുക്കിനി മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഈ ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ആകുമ്പോൾ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ അത് വഴുതി പോകും. അങ്ങനെ പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു പിൻ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ലൈനിങ് ഫാബ്രിക് എങ്ങനെയാണോ ഫോൾഡ് ചെയ്തത് ആ സെയിം രീതിയിൽ നമ്മൾ മെയിൻ ഫാബ്രിക് ഇവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് ഫാബ്രിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് മാത്രം നമ്മൾ 4 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ലൈനിങ് ഫാബ്രിക്കിനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. താഴെ മാത്രം ആ ഒരു 4 ഇഞ്ച് ലെങ്ത് കൊടുത്ത ആ ഒരു ഭാഗം മാത്രം നമ്മൾ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ ആ ഒരു കർവ് ഷേപ്പ് ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ അതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ സെയിം ടു സെയിം ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള മെയിൻ ഫാബ്രിക് ക്രഷ്ഡ് ജോർജറ്റാണ് കേട്ടോ. അത് വീതി വരുന്നത് 46 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഈ ഒരു ലൈനിങ്ങിൽ വെച്ച് കാണുന്ന പോലെ ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു എക്സ്ട്രാ മെറ്റീരിയൽ വരുന്നുണ്ട്. അത് താഴെ ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ അവിടെ ഏകദേശം മെയിൻ ഫാബ്രിക് ഫുള്ള് കിട്ടുന്ന രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ബാക്കിയാണ് നമ്മൾ ഈ ഒരു ലൈനിങ് ഫാബ്രിക്കുമായിട്ട് സെയിം ടു സെയിം ആയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ മെയിൻ ഫാബ്രിക് സെയിം ആണ് വീതിയെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ലൈനിങ് ഫാബ്രിക്കിൻ്റെ സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ആ ഒരു ഫ്ലെയർ കിട്ടാനായിട്ട് മാക്സിമം മെറ്റീരിയൽ യൂസ് ചെയ്ത് ആണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു താഴത്തെ വീതി എടുത്തിട്ടുള്ള 4 ഇഞ്ച് അങ്ങനെ തന്നെ വേണം എന്നൊരു നിർബന്ധവും ഇല്ല. എനിക്ക് ആ ഒരു വീതിയിൽ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല വൈഡായിട്ട് നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഫ്ലെയർ വരുന്ന എല്ലാ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ബോഡിയുടെ അവിടെ ഒരു നല്ല ഷേപ്പായിട്ടിരുന്നിട്ട് താഴെ ഒത്തിരി ഫ്ലെയർ വരുന്നതാണ് കേട്ടോ കാണാൻ ഭംഗിയായിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. ഞാനിവിടെ ഇതുപോലൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. മെറ്റീരിയലിനെ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ശേഷം കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് 7 ഇഞ്ചാണ്. മെറ്റീരിയലിൻ്റെ ഇറക്കം വരുന്നത് 15 ഇഞ്ചാണ്.
യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പീസിൻ്റെ മുകളിൽ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, താഴെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ബക്കറ്റ് ഷേപ്പിലാണ് കേട്ടോ ഈ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. മാർക്ക് ചെയ്ത പോയിൻറ്റിനെ ഈ ഒരു ഷേപ്പിലൊന്ന് വരച്ച ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിവിടെ മെയിൻ ഫാബ്രിക് സെയിം രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കട്ട് ചെയ്തെടുത്തതിനേക്കാളും ഓപ്പൺ സൈഡിൽ കാണുന്ന 2 സൈഡിലും 1/2 ഇഞ്ച് എക്സ്ട്രാ മെറ്റീരിയൽ കൊടുത്തിട്ടാണ് നമ്മളിവിടെ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിവിടെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഫാബ്രിക്കിനെ കാണുന്ന പോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണോ ലൈനിങ് ഫാബ്രിക്കിന് വേണ്ടി ഫോൾഡ് ചെയ്തത് സെയിം രീതിയിലാണ് ഇവിടെ മെയിൻ ഫാബ്രിക്കും ഫോൾഡ് ചെയ്തെടുത്തേക്കുന്നത്. നമ്മളിവിടെ ഈ ഒരു സിംഗിൾ പീസിലാണ് കേട്ടോ ഫ്രണ്ട് പാർട്ടിൽ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് താഴെ നിന്നും നമ്മളൊരു 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലൈനിങ് ഫാബ്രിക്കിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫ്രണ്ട് ലൈനിങ് പാർട്ട് വെച്ച് കൊടുത്തിട്ട് കാണുന്നുണ്ടല്ലോ, ഇതുപോലെ താഴെ നിന്നും നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ ഈ ഒരു ലൈനിങ് ഫാബ്രിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ഓപ്പൺ സൈഡിൽ ലൈനിങ് പാർട്ടിൻ്റെയും ഓപ്പൺ സൈഡ് ചേർന്ന് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡിൽ ഇതുപോലെ കുറേ മെറ്റീരിയൽ ഉണ്ടാവും. ഒരു ചെസ്റ്റിൻ്റെ മാർക്കിങ് നമുക്ക് 12 ആണ്, അതുപോലെ ഹിപ്പ് മാർക്ക് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റും 12 ആണ്. ആ 2 പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു ഷേപ്പ് കാണുന്നുണ്ടല്ലോ, ആ ഒരു ഷേപ്പ് കിട്ടണം. അപ്പോൾ ഹിപ്പിൻ്റെ ആ ഒരു മാർക്കിംഗ് വരെ നമ്മൾ ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള എ ലൈൻ്റെ അവിടെ ഒരു ഷേപ്പ് കട്ടിങ് ഉണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് മെറ്റീരിയൽ ഇല്ലാതെ താഴേക്കാണ് കിടക്കുന്നത്. അത് ഈ ടൈമിൽ പ്രശ്നമില്ല. ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഏത് സൈസിൽ ഈ ഒരു ഡ്രസ്സ് നമ്മൾ കട്ട് ചെയ്യുന്നെങ്കിലും ആ ഒരു ഹിപ്പിൻ്റെ സൈസ് വരെ ആ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ ആ ഒരു ഹിപ്പിൻ്റെ ഷേപ്പ് വരണം. ആ ഒരു രീതിയിലാണ് കേട്ടോ വച്ചു കൊടുക്കേണ്ടത്. നമ്മളിവിടെ ഷോൾഡറിൻ്റെ ആ ഒരു മാർക്കിങ്ങിൽ നിന്നും ഉള്ളിലേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ താഴേക്ക് 14.5 ഇഞ്ച് ലെങ്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 2 പോയിൻറ്റും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് മെയിൻ ഫാബ്രിക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ലൈനിങ് ഫാബ്രിക്കിനും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് കാണുന്ന പോലെ മെയിൻ ഫാബ്രിക്കിലായിട്ട് ഈ ഒരു മാർക്കിംഗ് നമ്മൾ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട്. ലെങ്ത് 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിൻറ്റിൽ ആ ഒരു ലൈനിങ് ഫാബ്രിക്കിൽ നിന്നും ഉള്ളിലേക്ക് 3.5 ഇഞ്ച് വീതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ 2 പോയിൻറ്റും ചേർന്ന് വരുന്ന ഒരു മിഡിൽ പോയിൻറ്റ് കിട്ടുമല്ലോ, അത് നമ്മൾ കാണുന്ന പോലെ മെയിൻ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ലൈനിങ് ഫാബ്രിക്കിനെ ഇതുപോലെ മാറ്റി വയ്ക്കാം. എന്നിട്ട് മെയിൻ ഫാബ്രിക്കിൽ ഈ 2 പോയിൻറ്റിനെയും ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. മെയിൻ ഫാബ്രിക്കിൽ ആ ഒരു ഫോൾഡ് ചെയ്ത സൈഡിലെ ലെങ്ത് നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ 2 പോയിൻറ്റും ജോയിൻ ചെയ്തൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഷേപ്പിലൂടെ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏതൊരു സൈസിലും ഈ ഒരു യോക്ക് പാർട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ 7 ഇഞ്ചാണല്ലോ ഷോൾഡർ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. 5 ഇഞ്ച് നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റി. അതിൽ 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്താണ് മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 5 ഇഞ്ച് പോയാൽ ബാക്കി നമ്മൾ ഷോൾഡറിൽ 2 ഇഞ്ചാണുള്ളത്. അപ്പോൾ ആ ഒരു 2 ഇഞ്ച് കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടുന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 2 ഇഞ്ച് നമുക്ക് കിട്ടണം, 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പീസ് അതിനകത്ത് കറക്റ്റായിട്ട് നിൽക്കുന്നത്. 7 ഇഞ്ച് വരുന്ന ഷോൾഡറിനെ നമ്മൾ 5 ഇഞ്ചായിട്ടും 2 ഇഞ്ചായിട്ടും 2 മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 2 പീസിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതൊരു സിമ്പിളായിട്ട് പറയേണ്ടത്.
ഞാനിവിടെ 5ഉം 2ഉം ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്കത് ഇപ്പോൾ 4.5 ആയിട്ടും 2.5 അങ്ങനെ വേണമെങ്കിലും എടുക്കാം. 4 ഇഞ്ചും 3 ഇഞ്ചും ആയിട്ട് വേണമെങ്കിലും എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം. യോക്കിൻ്റെ സൈസ് എത്ര വേണം എന്ന് അനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഈ കിട്ടിയിട്ടുള്ള മെറ്റീരിയലിലാണ് കേട്ടോ നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന് വേണ്ടി മെറ്റീരിയൽ ഡബിൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിനെ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ ഓപ്പൺ സൈഡ് ഇവിടെയാണ് വരുന്നത്. മെറ്റീരിയലിൻ്റെ ഓപ്പൺ സൈഡിൽ നമുക്ക് 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് കേട്ടോ വരുന്നത്. നമ്മുടെ മാർക്കിംഗ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ഇറക്കം 19 ഇഞ്ച് എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 10.5 ഇഞ്ചാണ്. ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 പോയിന്റും ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. 3 ഇഞ്ച് മാർക്കിങ്ങിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ ബാക്കി മാർക്കിംഗ് വരേണ്ടത്. 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെയും 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റിൻ്റെയും മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോളിൻ്റെ ഒരു എക്സ്ട്രാ മാർക്കിംഗ് വരച്ചെടുക്കാം. ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിൻറ്റിലെ വീതി നമുക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 പോയിൻറ്റും ജോയിൻ ചെയ്ത സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെയും നമ്മുടെ ഫസ്റ്റ് മാർക്കിങ്ങിലൂടെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് മെറ്റീരിയലിനെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഓപ്പൺ ചെയ്ത ശേഷമാണ് നമുക്ക് ഫ്രണ്ട് ആം ഹോളിലുള്ള ഒരു എക്സ്ട്രാ മാർക്കിംഗ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 2 പീസ് മെറ്റീരിയലാണ് കേട്ടോ കിട്ടുന്നത്. ലെങ്ത് നമ്മൾ 19 ഇഞ്ചാണല്ലോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ എൻ്റെ ഒരു എൻഡ് പാർട്ട് ഞാൻ 2 ഇഞ്ചിലാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിലൊരു ചെറിയ സീക്വൻസ് വർക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എക്സ്ട്രാ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. നമുക്കിനി സ്റ്റിച്ചിങ് കാണാം. ഇവിടെ സ്ലീവ് എടുത്തിട്ടുണ്ട്. സ്ലീവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഇഞ്ചിലാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ആ ഒരു ഇത്രയും വീതിയിൽ ഫോൾഡ് ചെയ്തതിൻ്റെ മേളിൽ ആ ഒരു വർക്ക് വരുമ്പോൾ നല്ല ഒരു ഭംഗിയിൽ തോന്നാറുണ്ട്. നമ്മൾ റെഡിമെയ്ഡിലായാലും ബുട്ടീക്കിലൊക്കെ ഡിസൈൻ ചെയ്യുന്നതിലാണെങ്കിലും വർക്ക് വരുമ്പോൾ അവിടെ കുറച്ചൊരു വീതിയിൽ ഫോൾഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കുന്നത്. ഇതുപോലെ 2 സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ എൻഡ് പാർട്ടും ഈ രീതിയിലൊന്ന് ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സ് മീഡിയം ടു ലാർജ് സൈസ് യൂസ് ചെയ്യുന്നവർക്കാണ് കേട്ടോ കറക്റ്റ് ആവുന്നത്. ലൈനിങ് ഫാബ്രിക് ആയിട്ട് ഇവിടെ 2.5 മീറ്റർ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഫാബ്രിക് ഇവിടെ 3.25 മീറ്ററും യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഫ്രണ്ട് മെയിൻ പാർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ മെറ്റീരിയലിനെ ഈ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഫോൾഡ് ചെയ്ത പോയിൻ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏതുവരെയാണോ കട്ട് ചെയ്തിട്ടുള്ളത് അതുവരെ വീണ്ടും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഫുൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിതിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ മെയിൻ ഫാബ്രിക്കിൽ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്ലീറ്റ് ഇതുപോലെ പുറത്തേക്ക് ഇരുന്നാൽ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത്ര ഒരു നീറ്റായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പ്ലീറ്റ്സൊക്കെ നമ്മൾ ഉള്ളിലേക്കാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗത്തെ ടോട്ടൽ വീതി നമുക്ക് 4 ഇഞ്ചാണ് ഉണ്ടാവേണ്ടത്. ആ ഒരു രീതിയിൽ നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ടോട്ടൽ വിഡ്ത്തിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണല്ലോ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാർക്കിങ്ങിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് അതിനുള്ളിൽ 2 ഇഞ്ചാണ് കിട്ടേണ്ടത്. അതുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ പ്ലീറ്റ്സ് ഇവിടെ അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്.
ഈ ഒരു രീതിയിൽ ഇവിടെ ഫുൾ പ്ലീറ്റ്സും അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ നല്ല വശം നമ്മൾ ഫേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് പാർട്ടും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മെയിൻ ഫാബ്രിക്കിൻ്റെയും ആ ഒരു യോക്ക് പാർട്ടിൻ്റെയും നല്ല വശം നമ്മൾ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ കാണുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിലേക്ക് ഈ ഒരു യോക്ക് പാർട്ടിനെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ ചീത്തവശം നമ്മൾ ഫേസ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശമാണ് നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു സ്ഥലത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് വരുന്ന പാർട്ടിനെ നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ്. അതിനായിട്ട് ഈ ഒരു പീസിനെ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണുന്ന പോലെ ആ ഒരു അരയിഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ആ അരയിഞ്ച് കൊടുത്തതിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്താൽ നമ്മൾ ആ ഒരു കോർണർ പോർഷൻ എത്തുമ്പോൾ പ്രഷർ ഫുട്ടിനെ ഉയർത്തിയിട്ട് മെറ്റീരിയലിനെ കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കോർണർ പോർഷൻ നമ്മൾ മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടും തിരിച്ച് വെച്ച ശേഷം നമ്മൾ ആ ഒരു സൈഡും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 3 സൈഡും ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ ഇതുപോലെ നിർത്തിയ ശേഷമാണ് കേട്ടോ പ്രഷർ ഫുട്ടിനെ ഒന്ന് ഉയർത്തിയിട്ട് നമ്മൾ മെറ്റീരിയലിനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ യോക്ക് പാർട്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ ഒരു കോർണർ പോർഷൻ മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ നമ്മളൊന്ന് കട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇതേ സെയിം ആയിട്ട് നമുക്ക് 2 സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ നല്ല നീറ്റായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പ്ലേറ്റ്സിനെ നമ്മൾ അയൺ ചെയ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അയൺ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഒരുപാട് മുന്നേ ഉള്ള അതുപോലെ പ്ലേറ്റ്സ് കൊടുത്തിട്ടുള്ള ട്യൂട്ടോറിയലിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും അത് കണ്ട് ബോറടിപ്പിക്കുന്നില്ല. മാത്രമല്ല അത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഉള്ള എല്ലാ ട്യൂട്ടോറിയലിലും ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബാക്കി നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഈ ഒരു ഡ്രസ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുന്നേ ഉള്ള വീഡിയോസ് ഒന്ന് നോക്കണേ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ മുന്നേ ചെയ്യുന്ന പോലെ സെയിം ആയിട്ട് ഇതിൻ്റെ മുകളിൽ ലൈനിങ് ഫാബ്രിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കറക്റ്റ് നമ്മുടെ ആ ഒരു പാർട്ടി വെയർ ലുക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പാർട്ടി വെയർ ആയിട്ട് വരാനായിട്ട് ഇതുപോലെ യോക്ക് പാർട്ടിൽ കുറച്ച് കപ്പ് സീക്വൻസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് സീക്വൻസ് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഫുൾ ആ ഒരു കുർത്തി റെഡിയായതിന് ശേഷമാണ് ഈ ഒരു സീക്വൻസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ ആ ഒരു എൻഡ് പാർട്ടിലും ഇതുപോലെ അവിടെ ഇവിടെയായിട്ടും ആ ഒരു കപ്പ് സീക്വൻസ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ബാക്ക്ഗ്രൗണ്ടും ഡ്രസ്സും എല്ലാം സെയിം കളർ ആയതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഭംഗി കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.